ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ഡേയ്സ് 111 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് April 1, 2026 ബുധനാഴ്ച പൗർണമി ദിവസമാണിന്ന്. ഫുൾ മൂണാണ്. കലണ്ടറുകളിൽ April 2 ആണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ഇന്ന് രാത്രിയിൽ ഫുൾ മൂൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ April 1, 2, 3 ഈ 3 ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം കാണാനിടയായാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ കാണാം. ഈ ഒരു ദിവസത്തെ യൂസ്ഫുൾ ആക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഫുൾ മൂൺ എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ട് ഇന്ന് പിങ്ക് മൂണാണ്. അപ്പോൾ പുതിയൊരു തുടക്കത്തിൻ്റെ അല്ലെങ്കിൽ ലൈഫിൽ വളരെ നല്ലൊരു ഫ്രഷ് എനർജിയെ നമുക്ക് വെൽക്കം ചെയ്യാനൊക്കെ കഴിയുന്ന, നല്ലൊരു ഗ്രോത്തിന് തുടക്കമിടാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്കൊരു റിന്യൂവൽ എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു ഹൈ എനർജി, ഹൈ വൈബ്രേഷണൽ ഡേ ആണ് ഈ ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ വിത്ത് മെഡിറ്റേഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം, സയൻറ്റിഫിക്കലി ആണെങ്കിലും ഇപ്പോൾ സ്പിരിച്വലി ആണെങ്കിലും വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ് പൗർണമി ദിവസം അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേയ്സ്. വേൾഡ് വൈഡായിട്ട് ഒരുപാട് ആളുകൾ മാനിഫെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരുപാട് റിച്വൽസ് ഒക്കെ ചെയ്യുന്നതും ഒരുപാട് ആളുകൾക്ക് സക്സസ്ഫുൾ ആയിട്ട് റിസൾട്ടുകൾ കിട്ടുന്ന ദിവസമാണ് ഈ ഒരു പൗർണമി ദിവസം. കാരണം സയൻറ്റിഫിക്കലി നമ്മൾ നോക്കിയാൽ തന്നെ നമ്മുടെ ഒരു മൂൺ സൈക്കിൾ പോലെയാണ് നമ്മുടെ ലൈഫിലും പല കാര്യങ്ങളും ഒരു സൈക്കിൾ പോലെയാണ് ഇങ്ങനെ നടക്കുന്നത്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ഊർജത്താൽ കണക്റ്റഡ് ആണ്, എനർജിയാൽ കണക്റ്റഡ് ആണ്. നമ്മൾക്ക് ചന്ദ്രന്റെ ഗ്രാവിറ്റേഷണൽ എനർജി ഭൂമിയിലുള്ള വെള്ളത്തെ, നമ്മുടെ സമുദ്രജലത്തെയൊക്കെ സ്വാധീനിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലും, അല്ലെ? ഭൂമിയിലേതുപോലെ 70% വെള്ളമാണ്. അപ്പോൾ ഒരു സമുദ്രത്തിൽ വേലിയേറ്റം ഉണ്ടാകുന്നത് പോലെയാണ് പൗർണമി ദിവസത്തിന് മനുഷ്യനുമായിട്ടുള്ള ഒരു പ്രാധാന്യം. നമ്മളുടെ ഈ സമയത്ത് നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ഇമോഷൻസുകൾ, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ ഫീൽ ചെയ്യുന്നതിനെ അതെന്തായാലും ഈ ഒരു ദിവസം എനർജി അതിൻ്റെ വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു. നല്ല കാര്യങ്ങളാണെങ്കിൽ അത് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. ബാഡായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതും കുറച്ചുകൂടെ ബാഡായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ വേണ്ട രീതിയിൽ യൂസ്ഫുൾ ആക്കുക. അതായത് പ്രോപ്പറായിട്ടൊരു ഇന്നർ വർക്ക് ചെയ്ത് ആ ഒരു ചിന്തയോടുകൂടി നമ്മളുടെ മൈൻഡിലേക്ക് നല്ല ചിന്തകളെയും ആഗ്രഹങ്ങളെയും ഫീലിങ്സിനെയും ഇമോഷൻസിനെയും ഒക്കെ ഇൻറ്റൻഷനലി കൊണ്ടുവന്ന് നമുക്ക് ഈ ഒരു പൗർണമി ദിവസം ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ടും അല്ലെങ്കിൽ മൈൻഡ് റിഫ്രഷ്മെൻറ്റിനായിട്ടും കുറേ അധികം നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഒക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് പ്രാക്ടീസിലേക്ക് വരാം. ഇന്ന് രാത്രിയിൽ നമുക്ക് ഏതൊരു ടൈമും ഈ ഒരു പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം നാളെ രാവിലെ വരെയും പൗർണമി കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ April 2 രാത്രിയിലോ അല്ലെങ്കിൽ April 3 രാത്രിയിലോ നിങ്ങൾക്ക് ഈ സെയിം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു പൊസിഷൻ സെറ്റ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ചന്ദ്രനെ കാണാൻ കഴിയുന്ന രീതിയിൽ വിൻഡോ സൈഡിലോ ബാൽക്കണിയിലോ ഒക്കെ ഇരിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം അങ്ങനെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് ഈ സ്ക്രീനിൽ കാണുന്ന ഫുൾ മൂണിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടും ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എന്ത് തന്നെയായാലും അവിടെ ഇരിക്കുക. പിന്നീട് കയ്യിലൊരു കഷ്ണം പേപ്പർ, ഒരു ചെറിയ കഷ്ണം വെള്ള പേപ്പറും ഒരു പേനയും കയ്യിൽ കരുതുക. ഇത്രയും എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പ്രാക്ടീസ് ആരംഭിക്കാം. ആദ്യമായിട്ട് ഒന്ന് ദീർഘശ്വാസം എടുത്ത് ഒരു 2-3-4 തവണ നന്നായിട്ട് ശ്വാസോച്ഛ്വാസം എടുക്കുക. ഓരോ തവണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും നമ്മളുടെ ഉള്ളിലേക്ക് കാംനെസ് വരുന്നതായിട്ടും ഓരോ തവണ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നും സ്ട്രെസ് പുറത്തേക്ക് പോകുന്നതായിട്ടും സങ്കല്പിച്ചുകൊണ്ട് ദീർഘശ്വാസം എടുത്ത് വിടാം. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. വിത്തൗട്ട് ജഡ്ജിങ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിലെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെ ഇപ്പോഴും പിടിച്ചു നിർത്തുന്ന എന്തെങ്കിലും ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും പേടിയോ ഓവർ തിങ്കിങ്ങോ എന്തെങ്കിലും കൺഫ്യൂഷൻസുകളോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള എന്തെങ്കിലും പ്രോബ്ലംസോ പാസ്റ്റ് ട്രോമാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അലട്ടുന്നുണ്ട് എങ്കിൽ അതിനെ ഒന്ന് ജസ്റ്റ്
ഒന്ന് നോട്ടീസ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി അതിനെ മാറ്റാനൊന്നും ശ്രമിക്കേണ്ട, ജസ്റ്റ് അതിനെ ഒന്ന് നോട്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഇമാജിൻ ചെയ്യുക, ഈ അലട്ടിയ പ്രശ്നമുണ്ടല്ലോ, ചിലർക്ക് ഒന്നോ അതിൽ കൂടുതലോ പ്രശ്നങ്ങൾ കാണും അല്ലേ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും അതിനെയെല്ലാം നമ്മളിപ്പോൾ പുറത്തേക്ക് വിടുകയാണ്, നമ്മളുടെ മൈൻഡിൽ നിന്നും അതിനെ റിലീസ് ചെയ്യുകയാണ് എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുകയാണ്. അപ്പം നല്ല രീതിയിൽ, അതായത് ഈ അലട്ടിയ ഓരോ പ്രശ്നങ്ങളും നമ്മളുടെ ഉള്ളിൽ നല്ല രീതിയിൽ ഒരു ഹെവി എനർജി ആയിട്ട് കെട്ടിക്കിടക്കുകയാണ്. അപ്പം ഇനി നിങ്ങൾ വിടുന്ന ഓരോ നിശ്വാസത്തിലൂടെയും അത് പുറത്തേക്ക് പോവുകയാണ് എന്ന് ഇമാജിൻ ചെയ്യുക. ഓരോ തവണ ശ്വാസം എടുത്ത് വിടുമ്പോഴും ഒരു കറുത്ത പുക പോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും പോവുകയാണ് ഓരോ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസും. പതിയെ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസം എടുത്ത് അതിനെ ഓക്കെ ആക്കാമോ അങ്ങനെ ഒന്ന് റിലീസ് ചെയ്യുക. ഓരോ നിശ്വാസം കഴിയുമ്പോഴും ആ പുക പതിയെ അലിഞ്ഞ് ഇല്ലാതായാകുന്നു എന്ന് ഇമാജിൻ ചെയ്യുക. സോഫ്റ്റ്ലി നമുക്കിങ്ങനെ പറയാം, ഐ റിലീസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യും. ഇനി ഇത്തിരി നേരം ആ ഒരു ഫീലോട് കൂടി ഒന്നിരിക്കാം. പതിയെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ലൈറ്റ്നെസ് ഉണ്ട് എന്ന് ഫീൽ ചെയ്യുക, ഒരു പ്രകാശം നമ്മളുടെ ഉള്ളിൽ. അതായത് നമ്മളൊന്ന് ഫ്രഷായി, നമ്മളൊന്ന് കാമായി, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് തെളിമയോടെ ഇരിക്കുന്നതായിട്ടൊന്ന് ഫീൽ ചെയ്യുക. ഈ ഒരു കാം മൈൻഡിലേക്ക് നമുക്ക് നമ്മളുടെ ഏറ്റവും പ്രധാനമായ ആ ഒരു കാര്യത്തെ, ആ ഒരു ഡിസയറിനെ, ആ ഒരു ആഗ്രഹത്തെ, നമ്മളുടെ ലക്ഷ്യത്തെ കൊണ്ടുവരാം അല്ലേ. ഇപ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആണ് നമ്മളുടെ മൈൻഡ്. അപ്പോൾ നമ്മളുടെ ആ ആഗ്രഹത്തെ നമ്മളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് അത്രയും പ്രിയപ്പെട്ട, നടക്കാൻ നമ്മൾ അത്രയും ആഗ്രഹിക്കുന്ന നമ്മളുടെ ആ ആഗ്രഹത്തെ ശരിക്കും അതാ ഈ ഒരു നിമിഷം നിങ്ങൾക്ക് സാധ്യമായിരിക്കുന്നു എന്നൊന്ന് ഫീൽ ചെയ്യുക. അത് നിങ്ങൾക്കിപ്പോൾ സാധിച്ചു കിട്ടിയാൽ എന്തായിരിക്കും നിങ്ങളുടെ ഇമോഷൻ? ആ ഒരു ഇമോഷനെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഇതിനകം അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എങ്കിൽ ആ ഒരു റിയാലിറ്റിയിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഇമോഷൻസ്, ഹാപ്പിനെസ് എന്തായിരിക്കും, ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എങ്ങനെയായിരിക്കും, നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഫീലിങ്സ് എന്തായിരിക്കും, നിങ്ങൾ എന്തൊക്കെ ഗ്രാറ്റിറ്റ്യൂഡുകൾ അപ്പോൾ പറയാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ ഒന്ന് ഹൃദയത്തിൽ നിറയ്ക്കാം. വളരെ സോഫ്റ്റായിട്ട് അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് പറയാം, ഐ ആം റെഡി, ഇറ്റ് ഈസ് ഓൾറെഡി മൈൻ. നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് ഈ വാചകം പറയാം. ഒപ്പം താങ്ക് യു യൂണിവേഴ്സ് ഫോർ എവറിത്തിങ് എന്നുകൂടെ പറയാം. ഇനി ആ പേപ്പർ നമ്മൾ എടുക്കുക. ഇതൊന്ന് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്ത് താങ്ക് യു പറഞ്ഞതിന് ശേഷം ആ ഒരു പേപ്പർ കഷ്ണം എടുത്ത് അതിലേക്കായിട്ട് ഈ ഒരു അഫർമേഷൻ കൂടെ എഴുതി വെക്കുക. ഞാനിന്ന് വളരെയധികം സന്തോഷവതിയാണ് അല്ലെങ്കിൽ സന്തോഷവാനാണ്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു നൽകിയതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി. ഈ ഒരു കാര്യം അഫർമേഷനായിട്ട് എഴുതി വെക്കുക. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം, അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന പോലെ ഇതിനെ ബേൺ ചെയ്ത് പ്രപഞ്ചത്തിലേക്ക് വിട്ടുകളയാം. അതല്ലെങ്കിൽ ഒരു മണ്ണിൽ കുഴിച്ചിടാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിതൊരു കാര്യത്തെ പ്രപഞ്ചത്തിലേക്ക് വിടാം. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ ഈ ഒരു പ്രാക്ടീസ്. ഈ ഒരു പ്രാക്ടീസ് നമുക്ക് പൗർണമി ദിവസം ചെയ്യാൻ പറ്റിയ ഒരു ഹൈ എനർജി കൂട്ടുന്ന ഒരു പ്രാക്ടീസാണ്. അപ്പോൾ ഉറപ്പായും നിങ്ങൾക്ക് ടൈം കിട്ടിയാൽ ചെയ്യാൻ മറക്കരുത്, മടിക്കരുത്. കാരണം ഒരുപാടധികം ആളുകൾ ഒരുപാട് ആഗ്രഹങ്ങളെ സാധിപ്പിച്ചെടുക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അത്രയും എനർജി ഹൈ ആയിരിക്കുന്ന ഒരു ദിവസമാണ് ഈ പൗർണമി ദിവസം അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേയ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുകൂടെ പറയുന്നു. അപ്പോൾ ഇത്രയും നേരം വാച്ച് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.